ഏകദേശം വാഗമൺ പൈൻ വാലിയുടെ അടുത്തെത്തി. ആദ്യം പൈൻ വാലി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം പൈൻ വാലിയുടെ അടുത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അൽസഫ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. ഏകദേശം സമയം 9 മണിയായി. 8:51 നമ്മൾ അകത്തേക്ക് കയറി. അപ്പവും കടലയുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിനു മുമ്പ് കുറേ ഹോട്ടൽ കണ്ടെങ്കിലും അവിടെ ഒന്നും നിർത്തിയില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അടുത്തെങ്ങും ഹോട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വാഗമൺ എത്തിയതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബീഫ് കറി കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ബീഫ് കറി ഇപ്പോൾ എത്തും. നമ്മുടെ ബീഫ് എത്തി. എക്സോസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ നല്ലപോലെ ആഹാരം കഴിക്കണം എന്നാണ് എൻ്റെ കസിൻ പറഞ്ഞത്. കസിൻ കൂടെയുണ്ട്. നമുക്ക് ഈ അപ്പവും കടലക്കറിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്. അതേ കൂട്ടി തന്നെ അസാധ്യമായ നല്ല ടേസ്റ്റ് ആയിരുന്നു കടലക്കറിക്ക്. ശകലം ബീഫ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ആഡംബരമൊന്നും ഇല്ലാത്ത നല്ലൊരു ബീഫ് കറിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മൾ വാഗമൺ എത്തി ഗൈസ്. നമ്മൾ കയറാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റ് എടുത്തു. 70 രൂപയാണ്. അത് കൂടാതെ ക്യാമറ ഉണ്ടായിരുന്നു കയ്യിൽ. ക്യാമറയ്ക്ക് ഒരു 75 രൂപ എക്സ്ട്രാ ആയി. അങ്ങനെ നമ്മൾ ഇതേ അകത്തേക്ക് കയറാം. മെഡോസ് ആദ്യം ഇത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാമെന്ന്. 9:30 കഴിഞ്ഞു. നല്ല ചൂടുണ്ട്. പക്ഷെ ആക്ച്വലി മൊട്ടക്കുന്നുകൾ ഈ വേനൽ സമയം ആയതുകൊണ്ടായിരിക്കാം ലൈക്ക് ബ്രൗൺ കളറിൽ, അല്ലെങ്കിൽ നല്ല നമ്മുടെ രഞ്ജി പണിക്കർ പറയുന്ന പോലെ ഹരിതാഭ പച്ചപ്പ് ഒക്കെ ധാരാളം ഉള്ള സ്ഥലമായിരുന്നു. കുറച്ച് നടക്കാനുണ്ട്. വെയിലാണെങ്കിലും ലൈക്ക് നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടാണെങ്കിലും അത്യാവശ്യം ഒരു ചെറിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 10 മുന്നേ വരുമ്പം ചെറിയൊരു പോണ്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കാം. പക്ഷെ അവിടെ ഒരു വെള്ളവും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ആളില്ലാത്ത സിറ്റുവേഷൻ ആയിട്ട് അങ്ങ് അറ്റത്ത് കുറെ ഫാമിലി നിപ്പുണ്ട്. അങ്ങനെ അവിടുന്ന് നടന്ന് എത്തിയപ്പോൾ സിപ്പ് ലൈൻ എത്തി. സിപ്പ് ലൈൻ്റെ ടിക്കറ്റുകൾ അകത്തുനിന്നാണ് എടുക്കേണ്ടത്. നമ്മൾ സിപ്പ് ലൈൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് സിപ്പ് ലൈൻ എടുക്കുന്നത്. നല്ല ഭയമുണ്ട്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിപ്പ് ലൈൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. റോപ്പിൽ പിടിക്കരുത്, സൂക്ഷിക്കണം, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നും ഇല്ല എന്ന് അവർ പറഞ്ഞു. ശരിക്കും പേടിക്കാനൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ തന്നെ സിപ്പ് ലൈനും സൈക്ലിങ്ങും ഉണ്ട്. റോപ്പ് സൈക്ലിംഗ് അത് നൈസാണ്. എൻ്റെ കസിൻ അത് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കുറച്ചുകൂടി കഴിയുമ്പോൾ പലതരത്തിലുള്ള അഡ്വഞ്ചർ ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കൂ. എന്നെ തള്ളി വിട്ടു. ഞാൻ പോകുന്നു. ശരിക്കും നല്ല ഹൈറ്റിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ അത് വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് പിടിയുണ്ട്. ആ ബ്രേക്ക് പിടി ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാര്യം നമ്മൾ എടുത്തടിക്കും. ഞാൻ ആ മേലേന്ന് താഴോട്ടുള്ള ലോക്കില്ലേ അതിൽ പിടിച്ചേക്കുമായിരുന്നു. അതിങ്ങനെ തെറിച്ചു പോയി. അതൊരു പ്രശ്നമായിട്ട് തോന്നി. ഇനി അടുത്തത് സൈക്ലിംഗ് ആണ്. സൈക്ലിംഗ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സൈക്ലിങ്ങിനെക്കാട്ടി എനിക്ക് പേഴ്സണലി അഡ്വഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് തോന്നിയത് സിപ്പ് ലൈൻ തന്നെയാണ്. പിന്നെ അവന് സൈക്ലിംഗ് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു കോംബോ ആണ് നമ്മളെടുത്തത്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്കും സൈക്ലിംഗ് എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വേണ്ട, നമ്മളൊരു സിപ്പ് ലൈൻ ട്രൈ ചെയ്തല്ലോ. ഇനി അവൻ സൈക്കിൾ ട്രൈ ചെയ്യട്ടെ. നല്ല സേഫും വളരെയധികം അവർ ശ്രദ്ധിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നി. മിസ്റ്റർ അഭിജിത്ത് കൃഷ്ണ ഗെറ്റിംഗ് റെഡി. അങ്ങനെ അവനെ കെട്ടിയിട്ടുണ്ട്. സംഭവം പേടിക്കാനൊന്നുമില്ല. വളരെ സേഫായിട്ടുള്ളൊരു സംഭവമാണ്. ഹെൽമെറ്റും വെച്ചില്ല, വെക്കാൻ പോകുന്നു. വെച്ചു. സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ചെറിയൊരു ഷേക്ക് ഉണ്ടാവും. പേടിക്കണ്ട, ഈ ഒരു ഷേക്ക് ഉണ്ടാവും. പേടിക്കണ്ട.
അങ്ങോട്ട് പോയ ആൾ തിരിച്ചു വരുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ടില്ല, എന്തോ അവിടുന്ന് സംഭവിച്ചിട്ടുണ്ട്. ആടി വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ അഡ്വഞ്ചർ റൈഡുകളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി ഒരു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. മെഡോസിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അവിടെ ഈ പറയുന്ന ഗിഫ്റ്റ് ഐറ്റംസും അതും ഇതും, തൊപ്പി, ഡ്രീം ക്യാച്ചേഴ്സ്, അങ്ങനെ ഉള്ള പല ഐറ്റംസും ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ നമ്മൾ സോഡ നിറയെ കുടിക്കുകയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നേരെ പൈൻ വാലിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം പൈൻ വാലിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് രണ്ടാമതായി. പിന്നെ നമ്മളിവിടെ പേ ആൻഡ് പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പൈൻ വാലിയിലേക്ക് പോവുകയാണ്. അപ്പം ഫസ്റ്റ് സ്പോട്ട് ആ സിപ്പ് ലൈൻ ഭയങ്കര നൈസായിരുന്നു. സിപ്പ് ലൈൻ കഴിഞ്ഞിട്ട് സൈക്ലിംഗ് ഉണ്ടായിരുന്നു. സൈക്ലിംഗ് ഞാൻ ചെയ്യുന്നില്ല, അപ്പം എൻ്റെ കസിനാണ് ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. കുരിശുമല മുട്ടക്കുന്നിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. 2.5 കിലോമീറ്റർ. പൈൻ വാലി 100 മീറ്റർ. ഒരു ആദ്രക് റെസ്റ്റോറൻറ്റ്, അതിൻ്റെ മുകളിൽ മറ്റേ സിമ്പലൊക്കെ ഉണ്ട്. രാവിലെ സമയം ഏകദേശം 10:38 ആയതേ ഉള്ളൂ. അതുകൊണ്ടാണ് തിരക്കൊന്നുമില്ല. തിരക്കില്ല. കടകളൊന്നും ഓപ്പണായിട്ടില്ല. ഓപ്പണായി വരുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ പാർക്ക് ചെയ്തപ്പം അവിടുത്തെ പുള്ളി പറഞ്ഞിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കാവുമെന്ന്. ഇപ്പം നമ്മൾ പോകുന്നത് പൈൻ വാലിയിലേക്കാണ്. ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. പൈൻ വാലിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ബിയർ ആൻഡ് വൈൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെയും കുറച്ച് കടകളൊക്കെ ഉണ്ട്. പലതരം പാവകൾ, ക്യാപ്പുകൾ, ഡ്രീം ക്യാച്ചേഴ്സ്, കീ ചെയിൻ, അതേ കൂട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഒക്കെ ലൈക്ക് ഒരു മോഹവില പോലെയാണ്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്പൈസസ്, തേയില, കോഫി പൗഡർ, അങ്ങനെ പലതും ഉണ്ട്. ഈ കീ ചെയിൻ കളക്ഷൻ എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. എന്തായാലും പൈൻ വാലിയിലേക്ക് കയറിയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ കീ ചെയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അബി അങ്ങനെയല്ല. അബി നേരത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു, ചെറിയ സാധനങ്ങൾ. ചോക്ലേറ്റ് ഇഷ്ടം പോലെ, എല്ലാ ഷോപ്പിലും ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. കടകളൊക്കെ ഇങ്ങനെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ഉപ്പിലിട്ടതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. സോഡ സംഭാരം. കുറച്ച് നേരം നടന്ന് നമ്മളിത് താഴെ എത്തി. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. മുതിർന്നവർ 10, കുട്ടികൾ 5, ഫോട്ടോഗ്രാഫി 100, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി 500. ലാസ്റ്റ് കടയാണെന്ന് തോന്നുന്നു. നല്ല തണുത്ത ക്ലൈമറ്റ്. നല്ല തണുപ്പ്, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളുടെ നീളം കണ്ടില്ല ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് തിരക്കൊക്കെ ആയി തുടങ്ങിയത്. ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ശാന്തമായിട്ടിരിക്കാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റിയ ഒരു കാലാവസ്ഥയാണ്. അങ്ങനെ നമ്മളുടെ അബി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. പൈൻ വാലിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ അകത്തേക്ക് വന്നു. പൈൻ വാലിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. കുറേ തവണ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്.
ഇതൊരു പൈൻ വാലിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണെങ്കിലും ഫോറസ്റ്റ് പോലത്തെ സ്ഥലം. പക്ഷേ വെട്ടിത്തെളിച്ച ഇതും അതേ കൂട്ട് തന്നെ മനോഹരമാവും. ഇത് ഒരുപാടുണ്ട് കേട്ടോ പൈൻ വാലി അങ്ങോട്ട്. അങ്ങനെ നമ്മൾ പൈൻ മരങ്ങളോട് വിട പറയുകയാണ്. ഇനി തിരിച്ച് അടുത്ത അഡ്വഞ്ചർ പാർക്കിലേക്കാണോ യാത്ര. അപ്പോൾ അതൊക്കെ എൻ്റെ ഫോണിലെ ചാർജ് ആക്ച്വലി ഒരു 13% ആയിട്ടുണ്ട്. പവർ ബാങ്ക് ഉണ്ട് കാറിൽ. പവർ ബാങ്ക് എടുത്തിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. പൈൻ വാലി ഏകദേശം കവർ ചെയ്തു. അവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറി വന്നു. 1-2 കാട്ടുതേനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ മുകളിൽ പാർക്കിങ്ങിനടുത്ത് വന്നപ്പോൾ ഒരു മിൽമ ഷോപ്പി ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു കോഫി കുടിച്ചു. എൻ്റെ കസിൻ ഒരു ഗോലി സോഡ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മളിത് അടുത്ത അഡ്വഞ്ചർ പാർക്കിലേക്ക് പോവാണ്. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടായി, ശരിക്കും 12:22 നല്ല ചൂടുണ്ട്. പക്ഷേ അവിടെ നിന്നപ്പോൾ ആക്ച്വലി പൈൻ വാലിയിൽ നിന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. ലൈക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും വരേണ്ട ഒരു സ്ഥലമാണ് പൈൻ വാലി, ലൈക്ക് വാഗമൺ. കാര്യം പൊന്മുടി പോയപ്പോൾ ഉള്ള കാഴ്ച നിങ്ങൾ കണ്ടതല്ലേ, അധികം മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു 5 നില കൺസ്ട്രക്ഷൻ പോലെയുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് വ്യൂ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. ഞാനത് കാണിച്ചു തരാം. ഫ്രീ ഫോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. സ്കൈ സൈക്ലിംഗ് ഉണ്ട്, സ്കൈ റോളറുണ്ട്, ഫ്രീ ഫോൾ ഉണ്ട്. ഫ്രീ ഫോൾ മറ്റേ സംഭവം, അത് കൊള്ളാം. ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴി അങ്ങോട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴി. കുറേ പോകണം. ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറിയതിന് ശേഷം അത് നോക്കാം. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. മനോഹരമായിട്ടുണ്ടല്ലേ. ഈ സമ്മർ ടൈം അല്ലാണ്ട് വേറെ ടൈമിലൊക്കെ വന്നാൽ ഇവിടെ മഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് മൂടിയിട്ടുണ്ടാകും. ഇപ്പം തന്നെ ഒരു ചെറിയ മഞ്ഞിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലേ. ദേ ആ ദൂരെ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് എടുത്തില്ല, നല്ല വെയിലായതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. പക്ഷെ അതൊരു ഗംഭീര അനുഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ദേ ആ ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കുന്ന കണ്ടോ, അതിൻ്റെ ആൾക്കാർ അറ്റത്ത് വന്ന് നിൽക്കുന്നു. ലൈക്ക് വല്ലാത്തൊരു ഫീലായിരിക്കും അല്ലേ. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് അഡ്വഞ്ചർ ഐറ്റംസ് കൂടിയുണ്ട്. ഇതിങ്ങനെ ഓരോ സ്പോട്ടിലും ബുക്കിംഗ് ഓഫീസുകളുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാർ കയറുമ്പോൾ തന്നെ ഒരു പാർക്കിംഗ് ഫീസ് വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ ഐറ്റത്തിൻ്റെ അടുത്തും ടിക്കറ്റ് കൗണ്ടേഴ്സ്, ബുക്കിംഗ് ഓഫീസുകളുണ്ട്. ഇവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ച എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ദേ വൈഡ് ആംഗിൾ ഇട്ടൊന്ന് കാണിച്ചു തരാം. ദേ നിങ്ങൾ അവിടെ ഒരു വി പോലെ അല്ലെങ്കിൽ ഒരു ഡബ്ല്യു പോലെ ഒരു സംഭവം കാണുന്നുണ്ടോ? അതിങ്ങനെ ഒരു അഡ്വഞ്ചറാണ്. അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ദേ ആ കാണുന്നത്, ദൈവമേ, ഒരു സംഭവം തന്നെ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും അത് എടുക്കുന്ന ഒരു അഡ്വഞ്ചർ തന്നെയാണ്. നല്ല രസമാണ്. നിങ്ങൾ പോകുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു ഊഞ്ഞാലാണ്. ഊഞ്ഞാലിങ്ങനെ ബാക്കിലോട്ട് വലിച്ചു കൊണ്ടുവന്ന് ഏറ്റവും ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഒറ്റ വിടലാണ്. കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സാധനം ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളതിൻ്റെ ഹൈറ്റ് കണ്ടോ? ആ ഏറ്റവും ഹൈറ്റ്, ആ വലിയ ബാക്കിലത്തെ പില്ലറിൻ്റെ ഏറ്റവും മുകളിൽ വരെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര സ്പീഡിലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം അതിങ്ങനെ പതുക്കെ മുകളിലേക്ക് വരികയാണ്. അറ്റ് എ പോയിന്റ് ഒരു സ്പോട്ടിൽ പെട്ടെന്ന് അങ്ങ് വിടുകയാണ്. ഇതേ നോക്കിക്കോ, ആ മുകളിലെത്തി, ഇപ്പോൾ വിടും. എല്ലാം ഓക്കെ ആക്കുന്നു. ദൈവമേ, വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ആ ഒരു നമ്മൾ ഷൂട്ടിംഗ് ആണ് സെലക്ട് ചെയ്തത്. എയർ റൈഫിളിങ്. ഒരാൾക്കെന്നല്ല 5 പെല്ലറ്റ്സ് 100 രൂപ. 2 എടുത്തു. നമ്മൾ 2 പേരുണ്ടല്ലോ.
അങ്ങനെ നമ്മൾ നടന്നെത്തി. അങ്ങനെ നമ്മുടെ ടിക്കറ്റുകൾ അവിടെ കൊടുത്തു. 2 ഗണ്ണുണ്ട്. ഒന്ന് നമ്മുടെ PUBG ഒക്കെ കളിക്കുന്നവർക്ക് അറിയായിരിക്കും, AWM അല്ലെങ്കിൽ M16 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് കാലമായി കേട്ടോ PUBG ഒക്കെ കളിച്ചിട്ട്. അതേ കൂട്ടൊരു ഗണ്ണും ഒരു ചെറിയ പിസ്റ്റലും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 10 പെല്ലറ്റ്സ് ആണ് ഉള്ളത്. ഒരെണ്ണം നമ്മൾ കൊള്ളിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അവർ ആഡ് ചെയ്യും, അത് നഷ്ടപ്പെടത്തില്ല. അങ്ങനെ എന്ത് പെല്ലറ്റ്സ് ഫില്ല് ചെയ്യുന്നു. ഇനി നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ വാഗമണിലെ അഡ്വഞ്ചറുകളെല്ലാം കഴിഞ്ഞു. തിരിച്ചു വരുന്ന വഴിക്ക് പാഞ്ചാലിമേട് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് തന്നെയായിരുന്നു പാഞ്ചാലിമേട്, അതുകൊണ്ട് അവിടെ ഒന്ന് കയറാമെന്ന് വെച്ചു. പാഞ്ചാലിമേട് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ലായിരുന്നു. ഈ കഴിഞ്ഞ തവണ ഒരു കുമളി എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് പോകേണ്ടി വന്നു. പോയിട്ട് വരുന്ന വഴിക്ക് അന്ന് കയറിയിരുന്നു. അന്നും ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയം തന്നെയായിരുന്നു. നല്ല വെയിൽ കാര്യങ്ങളാണ്. ടിക്കറ്റ് റേറ്റുകളും കാര്യങ്ങളുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട്. ഈ സുപ്രയുടെ ടീഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത് എൻ്റെ കസിനാണ്. ഈ നട്ടുച്ച വെയിലത്തല്ല, നട്ടുച്ച അല്ല എങ്കിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ വെയിൽ കാര്യങ്ങളെല്ലാം. മോളിൽ കയറണമെന്ന് ഒരേ വാശി. എന്നാൽ പിന്നെ കയറി കളയാമെന്ന് ഞാനും വിചാരിച്ചു. ഓക്കെ, നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കാം. കല്ലും മുള്ളും ഒരു രക്ഷയില്ല. ബാക്ക് കയറി വന്നത് ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ. അതുകൊണ്ട് നഷ്ടബോധമില്ലാണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാം. നല്ല കാറ്റെന്ന് വെച്ചാൽ അത്യാവശ്യം പൊളി കാറ്റാണുള്ളത് മുകളിൽ. അങ്ങനെ വാഗമൺ പാഞ്ചാലിമേട് ഒരു യാത്ര കഴിഞ്ഞു. നല്ലൊരു യാത്രയായിരുന്നു. ഇനി നമുക്ക് തിരിച്ചു പോകാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ, ലവ് യു, ടേക്ക് കെയർ.